പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിന്റെ ആദ്യ ഭാഗമാണ്. തിരുവിതാംകൂർ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും തിരുവിതാംകൂർ രൂപീകരിച്ചത് 1750-ലാണല്ലോ. അതിനു മുൻപ് വരെ ഉണ്ടായിരുന്നു വേണാട് എന്ന് പറയുന്ന ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു. ആ വേണാട് എന്ന ചെറിയൊരു നാട്ടുരാജ്യത്തെ ചുറ്റുവട്ടത്തുമുള്ള മറ്റ് ചില ചെറു നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 1750-ൽ തിരുവിതാംകൂർ സ്ഥാപിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ തിരുവിതാംകൂറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്നത് വേണാടിനെ കുറിച്ച്. വേണാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരള ചരിത്രത്തിലെ മധ്യകാലഘട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. കേരളത്തിലെ മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ AD 8-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുക. AD 8-ാം നൂറ്റാണ്ടിൽ കേരളം പൂർണ്ണമായി അടക്കി ഭരിച്ചിരുന്നത് കുലശേഖര രാജാക്കന്മാരാണ്, അഥവാ രണ്ടാം ചേര രാജാക്കന്മാരാണ്. കുലശേഖര കാലഘട്ടത്ത് അല്ലെങ്കിൽ രണ്ടാം ചേര കാലഘട്ടത്ത് രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി 5 നാടുകളായി വിഭജിച്ചിരുന്നു. വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കനാട് എന്നിങ്ങനെ. ഇതില് വേണാടിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ. കുട്ടനാടില് ഉൾക്കൊള്ളിച്ചിരുന്നത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഇനി കുടനാട്. കുടനാട് എന്ന് പറയുമ്പോൾ കുടമാറ്റം നടക്കുന്ന തൃശ്ശൂരിൽ, അത് വെച്ച് ലിങ്ക് ചെയ്യാം. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോടിന്റെ തെക്ക് ഭാഗം. പിന്നെ പൂഴിനാട്. പൂഴിനാട് എന്ന് പറയുമ്പോൾ പൂഴി മണ്ണുള്ള ഭൂപ്രദേശം, അഥവാ തരിശു ഭൂമിയായ ഭൂപ്രദേശം. അത് വെച്ച് ലിങ്ക് ചെയ്യാം. നമുക്കറിയാം പാഴ്ഭൂമിയിലെ ഫലവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ് അല്ലെ. അപ്പൊ കശുമാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എവിടെയാ? കണ്ണൂർ, കാസർഗോഡാണ് അല്ലെ. അത് വെച്ച് ലിങ്ക് ചെയ്യാം. പൂഴിനാട് എന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ വടക്ക്, കൂടാതെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. ഇനി അവസാനമായി 5-ാമത്തത് എന്താ? കർക്കനാടാണ്. ഈ കർക്കനാട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വയനാട് ജില്ലയും കൂടാതെ തമിഴ്നാട്, കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായ ഗൂഡല്ലൂരുമാണ്. അപ്പോ ഭരണ സൗകര്യത്തിനായി കേരളത്തെ കുലശേഖര രാജാക്കന്മാര് AD 8-ാം നൂറ്റാണ്ടിൽ എത്രയും വേർതിരിച്ചു? 5 എന്തൊക്കെ? വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കനാട്. വേണാട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. കുട്ടനാട് എന്ന് പറയുമ്പോൾ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. കുടനാട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോടിന്റെ തെക്ക് ഭാഗം. പിന്നെ പൂഴിനാട് എന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ വടക്കും കണ്ണൂരും കാസർഗോഡും. കർക്കനാട് പറയുമ്പോഴോ വയനാടും ഗുഡലൂരും. ഓക്കെ, ഈ നാടുകള് കുലശേഖര സാമ്രാജ്യം അസ്തമിച്ചപ്പോൾ ഈ നാടുകളൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറി. കൃത്യമായി പറഞ്ഞാൽ 1102-ൽ കുലശേഖര സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയത് ചോള രാജാക്കന്മാരാണ്. അതോടുകൂടി കുലശേഖര സാമ്രാജ്യം നശിച്ചപ്പോ അതിന്റെ കീഴിലുണ്ടായിരുന്ന ഈ നാടുകൾ എന്തായിട്ട് മാറി? പ്രാദേശിക സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറി. തങ്ങൾ സ്വതന്ത്രരാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഈ നാട്ടുരാജ്യങ്ങളെല്ലാം അവരുടെ പേരിനൊപ്പം എന്ത് കൂട്ടിച്ചേർത്തു? സ്വരൂപങ്ങൾ എന്ന് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ ഈ 5 നാടുകൾ അന്ന് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? വേണാട് സ്വരൂപം, കുട്ടനാട് സ്വരൂപം, കുടനാട് സ്വരൂപം, പിന്നെ പൂഴിനാട് സ്വരൂപം, കർക്കനാട് സ്വരൂപം. ഈ സ്വരൂപങ്ങൾ വീണ്ടും ചെറുതും വലുതുമായ ഒട്ടനവധി നാട്ടുരാജ്യങ്ങളായി വേർതിരിക്കപ്പെട്ടു. അങ്ങനെയാണ് പിൽക്കാലത്ത് നെടിയിരിപ്പ് സ്വരൂപം കോഴിക്കോട് ആസ്ഥാനമായി, മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ആസ്ഥാനമായി വള്ളുവനാട് സ്വരൂപം, കോഴിക്കോട് ജില്ലയിലെ ചാന്ദ്ലിയം കേന്ദ്രീകരിച്ചുകൊണ്ട് വെട്ടത്തുനാട് സ്വരൂപം, കണ്ണൂർ, കാസർഗോഡ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിറക്കൽ സ്വരൂപം അഥവാ മൂഷിക സ്വരൂപം, കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് പെരുമ്പടപ്പ് സ്വരൂപം, കൊല്ലം ആസ്ഥാനമാക്കിക്കൊണ്ട് ജയസിംഹനാട് സ്വരൂപം. ഇങ്ങനെ സ്വരൂപങ്ങൾ രൂപം കൊള്ളുക. മനസ്സിലായോ? അപ്പൊ കുലശേഖര കാലഘട്ടത്തിൽ നാടായിരുന്നു. കുലശേഖര കാലഘട്ടം 1102-ൽ അവസാനിച്ചപ്പോൾ ഈ നാടുകളൊക്കെ ചെറുതും വലുതുമായ സ്വരൂപങ്ങളായിട്ട് മാറി. ഓക്കെ, ഇനി നമ്മളിനി പറയാൻ പോകുന്നത് വേണാടിന്റെ ആദ്യ ഭരണാധികാരി. അതായത് കുലശേഖര കാലഘട്ടത്ത് കുലശേഖര രാജാവിന്റെ കീഴില് വേണാടിന്റെ ആദ്യ ഭരണാധികാരിയായിരുന്നത് ആരാണ്? അയ്യനടികൾ തിരുവടികൾ. അദ്ദേഹം രാജാവാണെന്ന് ചോദിച്ചാൽ അല്ല, നാട്ടുരാജാവെന്ന് പറയാം. നാടിന്റെ രാജാവ്, നാട്ടുരാജാവ്. ഓക്കെ, അപ്പൊ വേണാടിന്റെ ആദ്യ ഭരണാധികാരി എന്ന് പറയുന്ന ആരാണ്? അയ്യനടികൾ തിരുവടികളാണ്. ഇനി അടുത്ത നമ്മൾ പറയുന്നു, ഈ അയ്യനടികൾ തിരുവടികൾ ഭരിച്ചിരുന്നത് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കീഴ്പേരൂർ ആസ്ഥാനമാക്കിക്കൊണ്ടാണ്. കൊല്ലം ജില്ല ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് കീഴ്പേരൂർ എന്ന് പറയുക. ഈ വേണാട് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ചിറവ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ കുലശേഖര കാലഘട്ടത്തെ വേണാടിന്റെ ആദ്യ ഭരണാധികാരി
അയ്യനടികൾ തിരുവടികളാണ്. ആസ്ഥാനം കീഴ്പേരൂർ. വിശേഷണം എന്താണ്? ചിറവ നാട് എന്നറിയപ്പെടുന്നു. ഈ ചിറവ എന്ന നാട്ടിലെ അല്ലെങ്കിൽ വേണാട്ടിലെ ഭരണാധികാരിയായ അയ്യനടികൾ തിരുവടികളെ ചിറവ മൂപ്പൻ എന്നാണ് വിളിക്കുക. നമുക്കറിയാലോ, ആദിവാസി മേഖലകളില് ആദിവാസികളുടെ പ്രാദേശിക ഗോത്ര ഭരണാധികാരിയെ നമ്മൾ മൂപ്പൻ എന്ന് വിളിക്കുന്നത് പോലെ വേണാട് ചിറവ നാട് എന്നറിയപ്പെട്ടിരുന്നു. ആ വേണാടിന്റെ ഭരണാധികാരിയെ പൊതുവായിട്ട് എന്തെന്ന് വിളിച്ചിരുന്നു? ചിറവ മൂപ്പൻ എന്ന് വിളിച്ചിരുന്നു. 1102 ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുലശേഖര രാജാക്കന്മാരുടെ ഭരണം എന്ത് ചെയ്തു? അവസാനിച്ചു എന്ന് 1102 ആരാ പരാജയപ്പെടുത്തുക? ചോള രാജാക്കന്മാരാണ് അല്ലെ. അങ്ങനെ ചോള രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഈ കുലശേഖര രാജാക്കന്മാരിലെ അവസാന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ പറയും 13ാമത്തെ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരൻ എന്ത് ചെയ്യുന്നു? കുലശേഖരന്മാരുടെ ആസ്ഥാനമായ കൊടുങ്ങല്ലൂരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്യുകയും നമ്മുടെ വേണാടിന്റെ ആസ്ഥാനമായ അല്ലെങ്കിൽ വേണാടിന്റെ ഭൂപ്രദേശമായ കൊല്ലത്തെ കീഴ്പേരൂർ എന്ന സ്ഥലത്ത് വന്ന് ആസ്ഥാനം ആരംഭിക്കുകയും സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അങ്ങനെ 1102 മുതൽ വേണാട് എന്ത് പേരിൽ അറിയപ്പെട്ടു? വേണാട് സ്വരൂപം. അപ്പൊ വേണാട് സ്വരൂപം ആരംഭിച്ചതാരാ? കുലശേഖര സാമ്രാജ്യത്തിലെ 13ാമത്തെ അല്ലെങ്കിൽ അവസാന ഭരണാധികാരിയായ ആരാ? രാമവർമ്മ കുലശേഖരനാണ്. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾ പ്രസക്തിയുണ്ട്. വേണാടിന്റെ ആദ്യ ഭരണാധികാരി ആരാ? അയ്യനടികൾ തിരുവടികൾ. അടുത്ത പോയിന്റ് എന്താ? വേണാട് സ്വരൂപം സ്ഥാപിച്ചത് ആര്? അല്ലെങ്കിൽ വേണാട് സ്വരൂപത്തിലെ ആദ്യ ഭരണാധികാരി ആര്? രാമവർമ്മ കുലശേഖരൻ എന്നാണ് വേണാട് സ്വരൂപം സ്ഥാപിക്കുക. കുലശേഖര കാലഘട്ടത്തിന് ശേഷം 1102 ആസ്ഥാനം എവിടെ സ്വീകരിച്ചു? കൊല്ലം സ്വീകരിച്ചു. അന്നു മുതൽ ഈ വേണാട് സ്വരൂപം അഥവാ ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടു. ഈ വേണാട് സ്വരൂപം എന്തെന്നറിയപ്പെട്ടിരുന്നു? ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടു. അപ്പൊ മറന്നു പോകരുത്, വേണാടിന്റെ ആദ്യ ഭരണാധികാരി അയ്യനടികൾ തിരുവടികൾ, വേണാട് സ്വരൂപത്തിന്റെ അഥവാ ചിറവ സ്വരൂപത്തിന്റെ ആദ്യ ഭരണാധികാരി രാമവർമ്മ കുലശേഖരനാണ്. ഓക്കെ അല്ലെ. ഈ കുലശേഖരന്റെ ആസ്ഥാനം ഞാൻ പറഞ്ഞു എവിടെയാ? കൊടുങ്ങല്ലൂരാണ്. പഴയ മുസിരീസ് ആണ്. മുസിരീസിനെ വിളിച്ചിരുന്നത് വഞ്ചി എന്നായിരുന്നു. വഞ്ചി മുത്തൂർ എന്നാണ് വിളിക്കുക. കുലശേഖരന്മാർ പിൽക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് വന്ന് തെക്കേ അറ്റത്തെ നാടായ വേണാടിൽ വന്ന് ഭരണം നടത്തിയെന്ന അർത്ഥത്തിൽ കുലശേഖരന്മാരുടെ തലസ്ഥാനം വഞ്ചിമുത്തൂർ എന്നറിയപ്പെട്ടു. അവര് പിന്നീട് തെക്കേ അറ്റത്ത് വന്ന് ഭരണം നടത്തിയെന്ന അർത്ഥത്തിൽ ഈ കൊല്ലത്തെ എന്തെന്ന് വിളിച്ചിരുന്നു? തെൻവഞ്ചി എന്ന് വിളിച്ചിരുന്നു. തെൻവഞ്ചി, തെക്ക് ഭാഗത്തുള്ള ആസ്ഥാനം എന്ന അർത്ഥത്തിൽ തെൻവഞ്ചി എന്ന് വിളിച്ചു. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് കൊല്ലത്തിന്റെ പ്രാചീന നാമം എന്താണ്? തെൻവഞ്ചി എന്നാണ് പറയാറുണ്ട് അല്ലെ. ഈ വേണാട് സ്വരൂപം 15ാം നൂറ്റാണ്ടില് രണ്ടായി വേർതിരിഞ്ഞു. ഒന്ന്, കൊല്ലം ആസ്ഥാനമാക്കിക്കൊണ്ട് ജയസിംഹൻ എന്ന ഭരണാധികാരി തുടക്കം കുറിച്ച ജയസിംഹനാട് അഥവാ തിരുവിതാംകൂർ. ഇതിനെ വിദേശികള് ദേശിങ്ങനാട് എന്നാണ് വിളിച്ചത്. യഥാർത്ഥത്തിൽ ജയസിംഹൻ എന്ന ഭരണാധികാരി ഭരിച്ചിരുന്നത് കൊണ്ട് അത് ജയസിംഹനാട് എന്നറിയപ്പെട്ടു. വിദേശികൾ എന്തെന്ന് വിളിച്ചു? ദേശിങ്ങനാട് എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ ആ നാട്ടുരാജ്യത്തിന്റെ പേരെന്തായിരുന്നു? തിരുവിതാംകൂട് സ്വരൂപം എന്നായിരുന്നു. ഓക്കെ, അപ്പൊ 15ാം നൂറ്റാണ്ടിൽ വേണാട് സ്വരൂപം രണ്ടായി വേർതിരിഞ്ഞു. കൊല്ലം ആസ്ഥാനമാക്കിക്കൊണ്ട് ദേശിങ്ങനാട് സ്വരൂപം അഥവാ ജയസിംഹനാട് സ്വരൂപം അഥവാ തിരുവിതാംകൂട് സ്വരൂപം. 2, ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് തൃപ്പാപ്പൂർ സ്വരൂപം അഥവാ വേണാട് സ്വരൂപം സ്ഥാപിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പത്മനാഭപുരം ആസ്ഥാനമാക്കിയുള്ള തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ വേണാട് സ്വരൂപത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഈ തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ അല്ലെങ്കിൽ വേണാട് സ്വരൂപത്തില് പ്രധാനമായും വ്യാപാര ബന്ധമുണ്ടായിരുന്നത് ചൈനക്കാരുമായിട്ടും അറബികളുമായിട്ടാണ്. പത്മനാഭപുരത്ത് ഒരു കൊട്ടാരമുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും പത്മനാഭപുരം കൊട്ടാരം ചിലപ്പോൾ വിനോദസഞ്ചാര കാര്യവുമായി പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ കൊട്ടാരത്തില് ചൈനക്കാരും അറബികളും നൽകിയ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടേക്കാം ചിലപ്പോൾ അല്ലെ. നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിനകത്ത് കയറുമ്പോൾ ആദ്യം രാജാവിന്റെ സദസ്സിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. നമ്മുടെ രാജാവിന് ഇരിക്കാണ്ട് ഒരു എന്തുണ്ട്, ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടം ആരാ നൽകുന്നേ? ചൈനക്കാരാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും പത്മനാഭപുരം ആസ്ഥാനമാക്കിയുള്ള തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ അല്ലെങ്കിൽ വേണാട് സ്വരൂപത്തിന്റെ വ്യാപാരം ആരുമായിട്ടായിരുന്നു? ചൈനക്കാരും അറബികളുമായിട്ട്.
ഈ വേണാട് സ്വരൂപത്തിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി എന്ന് പറയുക കേട്ടോ. ആദ്യ വനിതാ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരേ ഒരു വനിതാ ഭരണാധികാരിയോ ആരാണ്? ഉമയമ്മ റാണിയാണ്. ഈ പത്മനാഭപുരം ആസ്ഥാനമാക്കിയിട്ടുള്ള വേണാട് സ്വരൂപത്തിന്റെ അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ആരാധനാമൂർത്തി ശ്രീ പത്മനാഭൻ അഥവാ മഹാവിഷ്ണുവായിരുന്നു. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പണിയെടുപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു പത്മനാഭപുരം കൊട്ടാരം. അത് കുലശേഖര കാലഘട്ടത്താണ് പണിയെടുപ്പിച്ചത്. അത് ഇന്നത്തെ രീതിയിൽ കാണുന്ന രീതിയിൽ അത് പുതുക്കി പണിതത് ആരായിരുന്നു? വേണാട് സ്വരൂപത്തിലെ കോത കേരളവർമ്മയായിരുന്നു. അപ്പോ പത്മനാഭപുരം ക്ഷേത്രം പുതുക്കി പണിതത് ഏത് വേണാട് ഭരണാധികാരി? കോത കേരളവർമ്മ. ഓക്കെ. ഈ വേണാട് സ്വരൂപത്തില് അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തില് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ചേര ഉദയ മാർത്താണ്ഡവർമ്മയാണ്. ചേര ഉദയ മാർത്താണ്ഡവർമ്മ. ഓക്കെ അല്ലെ? ഈ ചേര ഉദയ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറക്കരുത്, വേണാട് സ്വരൂപത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്നത് ചേര ഉദയ മാർത്താണ്ഡവർമ്മ. താൻ ചേരന്മാരുടെ പിൻഗാമിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദയ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേര എന്ന വാക്കോട് കൂട്ടിച്ചേർത്ത് കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം ചേര ഉദയ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുക. ഇനി വേണാട് സ്വരൂപത്തിൽ നിലനിന്ന പ്രധാനപ്പെട്ട ഒരു 3 ദുരാചാരങ്ങളുണ്ട്. മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നിവ. അതായത് വേണാട് സ്വരൂപത്തില് ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു മണ്ണാന്മാർ, പുലയന്മാർ, പറയന്മാർ. മണ്ണാന്മാർ എന്ന് പറയുമ്പോൾ അലക്ക് ജോലി പരമ്പരാഗതമായി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പുലയ സമുദായങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനമായി കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. പറയ സമുദായങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുകിട ജോലി, അതായത് ഇപ്പോ മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ പനയോല കൊണ്ടോ ഈറ്റ കൊണ്ടോ ഉള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നവര്, കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നവര്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇവരെ അധസ്ഥിതരെന്ന് കണക്കാക്കിയിരുന്നു. മണ്ണാന്മാർ, പുലയന്മാർ, പറയന്മാർ. അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട ഒരു ആചാരം നിലനിന്നിരുന്നു. ആചാരം ഇതാണ്: കാർത്തിക മാസം, ഇന്നത്തെ വൃശ്ചിക മാസം കേട്ടോ, കാർത്തിക മാസത്തിൽ അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിലെ ഉച്ചാരം മുതൽ, ഈ ഉച്ചാരം എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് കഴിഞ്ഞ് 5ാമത്തെ ദിവസം, നമ്മൾ പഞ്ചമി എന്നൊക്കെ പറയാറുണ്ട്, 5ാമത്തെ ദിവസം. അപ്പോ കാർത്തിക മാസത്തിലെ ഉച്ചാരം മുതൽ മേടമാസത്തിലെ 10ാം ഉദയം വരെ, മേടമാസം എന്ന് പറയുമ്പോൾ പറയാം ഏപ്രിൽ മാസമൊക്കെ വരും അല്ലെ, ഏപ്രിൽ 10ാം ഉദയം ഏപ്രിൽ 23 വരിക. അപ്പോ വൃശ്ചിക മാസത്തിലെ ഉച്ചാരം മുതൽ മേടമാസത്തിലെ 10ാം ഉദയം വരെ ഏകദേശം 6 മാസക്കാലം സവർണജാതിയിൽപ്പെട്ട സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. ഒരുപക്ഷെ സവർണജാതിയിൽപ്പെട്ട സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് മണ്ണാനോ പറയനോ പുലയനോ കണ്ടെന്ന് വിളിച്ചു പറഞ്ഞാലോ അല്ലെങ്കിൽ തെളിവിന് വേണ്ടി കമ്പ് കൊണ്ടോ കോല് കൊണ്ടോ ആ സ്ത്രീയുടെ ദേഹത്ത് എറിഞ്ഞ് കൊള്ളിപ്പിച്ചു കഴിഞ്ഞാലോ ആ സ്ത്രീ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയും അവർണന് സ്വന്തമാവുകയും ചെയ്യും. 6 മാസക്കാലം. മനസ്സിലാവും. ഈ ഒരു ആചാരമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നറിയപ്പെടുക. ഈ 3 ദുരാചാരങ്ങളും നിർത്തലാക്കിയ വേണാട് ഭരണാധികാരിയാണ് കോട്ടയം കേരളവർമ്മ. നമ്മുടെ പഴശ്ശിരാജയുടെ യഥാർത്ഥ പേരിനോട് സാമ്യമുള്ള പേരാണ് കേരളവർമ്മ എങ്കിലും രണ്ടും 2 പേരാണ്. കാരണം പഴശ്ശിരാജ ഭരിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അദ്ദേഹം മരണമടയുന്നത് നമുക്കറിയാം 1805 കേട്ടോ. ഇതിനും ഏകദേശം 150 വർഷത്തിന് മുൻപ് ഭരിച്ചിരുന്ന വേണാട് സ്വരൂപത്തിലെ ഭരണാധികാരിയാണ് കോട്ടയം കേരളവർമ്മ കേട്ടോ. കാരണം ഈ കോട്ടയം കേരളവർമ്മ മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നിവ നിരോധിക്കുന്നത് 1696 തിരുവിതാംകൂർ ശാസനത്തിലാണ്. ഓക്കെ, രണ്ടും 2 പേരാണെന്ന് ഓർമ്മിക്കാം. അപ്പോ മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ചത് ആരാണ്? വേണാട് സ്വരൂപത്തിലെ അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തിലെ കോട്ടയം കേരളവർമ്മയാണ്. 1697 ഏത് ശാസനത്തിലൂടെ? 1696 തിരുവിതാംകൂർ ശാസനത്തിലൂടെ. ഓക്കെ. ഈ മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നിവയെ കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശി അല്ലെങ്കിൽ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാർബോസ എന്ന വ്യക്തിയായിരുന്നു. അത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നിവയെ കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശി അല്ലെങ്കിൽ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാർബോസയാണ്. മറക്കില്ലാന്ന് കരുതിക്കോട്ടെ. യെസ്. ഇനി വേണാട് സ്വരൂപത്തിലെ അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരാണ്? രവിവർമ്മ കുലശേഖരനാണ്. അപ്പൊ വേണാട് സ്വരൂപത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രവിവർമ്മ കുലശേഖരനാണ്. എന്തുകൊണ്ട് അദ്ദേഹം പ്രശസ്തി ആർജിച്ചു എന്ന് ചോദിച്ചാൽ തെക്കേന്ത്യ മൊത്തം അദ്ദേഹം
സൈനിക നീക്കം നടത്തി, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ മൊത്തം യുദ്ധത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ യുദ്ധവീരൻ എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ സംഗ്രാമധീരൻ എന്ന് വിളിക്കാറുണ്ട്. യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ സംഗ്രാമധീരൻ. രണ്ട്, ഇദ്ദേഹം ആ രാജ്യത്തെ എല്ലാവർക്കും, കൂടാതെ ആ രാജ്യത്തേക്ക് സന്ദർശിക്കാനെത്തുന്ന ഏതൊരു വ്യക്തിക്കും ഭക്ഷണം നൽകിയിരുന്നു. അതായത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഭരണാധികാരിയാണ്. നിങ്ങൾ പത്മനാഭപുരം കൊട്ടാരം സന്ദർശിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മള് രാജാവിന്റെ സദസ്സ് കഴിഞ്ഞിട്ട് വലത്തേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ഒരു കല്ലുകൊണ്ടും പലക കൊണ്ടും നിർമ്മിച്ച ഒരു 2 നില ബിൽഡിംഗ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ഗൈഡൊക്കെ പറയും അത് എന്തായിരുന്നു? വിരുന്നുശാലയായിരുന്നു. ഓരോ ദിവസവും 2000-ലധികം പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്ന സ്ഥലമാണ്. അല്ലെ? പത്മനാഭപുരം കൊട്ടാരത്തിന്റെ വശത്താണ് കാണപ്പെടുന്നത്. കിഴക്കേ ദിക്കില് ട്ടോ. അപ്പൊ ആ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് ആരായിരുന്നു? ഈ പ്രശസ്തനായ വേണാട് ഭരണാധികാരി എന്നറിയപ്പെടുന്ന രവിവർമ്മ കുലശേഖരനാണ്. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്തെന്ന് വിളിച്ചു? ഭക്ഷണ ഭോജൻ എന്ന് വിളിച്ചു. കൂടാതെ വീരകേരളൻ എന്നും. അപ്പൊ വേണാടിൽ ഏറ്റവും പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അറിയപ്പെട്ട വ്യക്തി ആരാ? രവിവർമ്മ കുലശേഖരൻ. രവിവർമ്മ കുലശേഖരന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? സംഗ്രാമധീരൻ, ഭക്ഷണഭോജൻ, കൂടാതെ വീരകേരളൻ എന്നിവ. വേണാട് സ്വരൂപത്തിൽ അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തിൽ മരുമക്കത്തായത്തിന് തുടക്കം കുറിച്ചത് ആര് തന്നെയായിരുന്നു? ഈ രവിവർമ്മ കുലശേഖരൻ തന്നെ. ഇനി വേണാടിന്റെ അവസാന ഭരണാധികാരി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വേണാടിനെ ചുറ്റുമുള്ള നാട്ടുരാജ്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പിന്നീട് തിരുവിതാംകൂർ ആക്കി മാറ്റിയല്ലോ, അല്ലെ? അപ്പൊ തിരുവിതാംകൂറിന്റെ ആദ്യ ഭരണാധികാരിയും വേണാടിന്റെ അവസാന ഭരണാധികാരിയും എന്ന് ചോദിച്ചാൽ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ വേണാടിന്റെ അവസാന ഭരണാധികാരിയായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ അവരോധിക്കുന്നത് 1723 വേണാട് ഉടമ്പടി പ്രകാരമാണ്. ആ വേണാട് ഉടമ്പടിയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പഠിക്കാം. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ വേണാട് ഭരണാധികാരികൾ ഒന്ന് റിവിഷൻ ചെയ്യാം. അപ്പൊ 15-ാം നൂറ്റാണ്ടില് കൊല്ലം ആസ്ഥാനമായി ഉണ്ടായിരുന്ന വേണാട് സ്വരൂപം നമ്മുടെ രാമവർമ്മ കുലശേഖരൻ 1102 ആരംഭിച്ച വേണാട് സ്വരൂപം രണ്ടായി വേർതിരിഞ്ഞു. ഒന്നാം കൊല്ലം ആസ്ഥാനമാക്കിക്കൊണ്ട് ദേശിങ്ങനാട് സ്വരൂപം അഥവാ ജയസിംഹനാട് സ്വരൂപം അഥവാ തിരുവിതാംകൂർ സ്വരൂപം. 2, ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് തൃപ്പാപ്പൂർ സ്വരൂപം അഥവാ വേണാട് സ്വരൂപം. ഈ തൃപ്പാപ്പൂർ സ്വരൂപത്തിലെ വേണാട് സ്വരൂപം പ്രധാനമായും വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് ആരുമായിട്ടാ? ചൈനക്കാരുമായിട്ടും അറബികളുമായിട്ടും. വേണാട് സ്വരൂപത്തിലെ ഒരു വനിതാ ഭരണാധികാരി ഉമയമ്മ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് കോത കേരളവർമ്മ. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ചേര ഉദയ മാർത്താണ്ഡവർമ്മ. വേണാട് സ്വരൂപത്തിൽ അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തിൽ നിലനിന്ന മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നീ 3 ദുരാചാരങ്ങൾ നിരോധിച്ചത് കോട്ടയം കേരളവർമ്മ 1696 തിരുവിതാംകൂർ ശാസനത്തിലൂടെ. പിന്നെ പറയുന്നു ഈ മണ്ണാപ്പേടി, പുലപ്പേടി, പറപ്പേടി എന്നിവയെ കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശി അല്ലെങ്കിൽ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാർബോസയാണ്. വേണാട് സ്വരൂപത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ഈ രവിവർമ്മ കുലശേഖരനാണ്. ഈ രവിവർമ്മ കുലശേഖരനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സംഗ്രാമധീരനെന്നും ഭക്ഷണഭോജനെന്നും വീരകേരളനെന്നും വിളിച്ചു. മരുമക്കത്തായ സമ്പ്രദായം ആരംഭിച്ചത് ആരായിരുന്നു? രവിവർമ്മ കുലശേഖരനായിരുന്നു. അവസാന ഭരണാധികാരി എന്ന് പറയുന്നത് വേണാടിന്റെ അവസാന ഭരണാധികാരിയും തിരുവിതാംകൂറിന്റെ ആദ്യ ഭരണാധികാരിയും ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്തിലൂടെയാണ് അധികാരത്തിൽ വരിക? 1723 വേണാട് ഉടമ്പടി പ്രകാരം. അപ്പൊ ഇത്തരത്തില് സമ്പൂർണ്ണമായിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പൊ സാധിക്കുന്ന എല്ലാവരും നമ്മൾ സമ്പൂർണ്ണമായിട്ട് ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ ടോപ്പിക് വൈസ് 100% സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് പഠിക്കുക. സാധിക്കുന്ന എല്ലാവരും തീർച്ചയായും ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചുറപ്പിച്ച് മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കി പഠിച്ചുറപ്പിക്കാം. ഏറ്റവും മികച്ച ജോലി നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ശ്രമിക്കുക കേട്ടോ. അപ്പോ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നിലവിൽ ഓഫർ അവൈലബിൾ ആണ് കേട്ടോ. ഏപ്രിൽ എൻഡ് ഓഫർ എന്ന രീതിയിൽ, മാർച്ച് മാസം എൻഡ് ഓഫർ ഉണ്ടായിരുന്നു, അതുപോലെ ഏപ്രിൽ എൻഡ് ഓഫർ എന്ന രീതിയിൽ 28, 29, 30 തീയതികളിൽ ഓഫർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ കോഴ്സുകൾ കൃത്യമായി പഠിച്ചുറപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 10th ലെവൽ കോഴ്സ് കംപ്ലീറ്റഡ് കോഴ്സും ഉണ്ട്, അതോടൊപ്പം റിവിഷൻ കോഴ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് LDCയുടെ കോഴ്സ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലൂടെ പ്രയോജനപ്പെടുത്താം.
സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ പരീക്ഷകളും ഡിസ്കൗണ്ട് കൂടി സ്വന്തമാക്കാം. നിശ്ചിത ഡിസ്കൗണ്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എന്നാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അതേ ദിവസത്തെ ഡിസ്കൗണ്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സിന്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൂപ്പൺ കോഡ് ചോദിക്കുമ്പോൾ രാജേഷ് എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാ എഡ്യൂക്കേറ്റേഴ്സിനും കൂപ്പൺ കോഡ് ഉണ്ട്. ഏത് എഡ്യൂക്കേറ്റേഴ്സിനും കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്താലും മതി. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ദിവസത്തെ എത്രയാണോ ഡിസ്കൗണ്ട് ഉള്ളത് അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സാധിക്കുന്ന എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. മാക്സിമം ഡിസ്കൗണ്ട് എത്രയാണോ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കാരണം ഓരോ ദിവസം വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് പറയുക. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കോഴ്സിന്റെ ലിങ്കും ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ആപ്പിനകത്തേക്ക് പോകും, കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അന്നേ ദിവസത്തെ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. ഓക്കെ, ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക, സമ്പൂർണ്ണമായിട്ട് പഠിക്കുക. എല്ലാവർക്കും എത്രയും വേഗം സമ്പൂർണ്ണമായി പഠിച്ച് സർക്കാർ ഉദ്യോഗം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ്? യെസ്, മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്, തിരുവിതാംകൂറിന്റെ രൂപീകരണത്തെ കുറിച്ചാണ്. ഓക്കെ, ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിച്ചുറപ്പിക്കട്ടെ, സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരട്ടെ. നന്ദി.